ഇന്ത്യൻ സർക്കാർ റഷ്യൻ നിർമ്മാണമായ Su-57 എന്ന 5ാം തലമുറ യുദ്ധവിമാനം വാങ്ങാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ തീരുമാനം ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ ചെയ്ത് അവസാനിപ്പിച്ചതിന് ശേഷം അതിനെ തുടർന്ന് പാകിസ്ഥാൻ ചൈനയുടെ J-35 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് വാങ്ങുന്നു എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഈ തീരുമാനം വന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് റഷ്യയുടെ Su-57 തന്നെ ഇന്ത്യ തിരഞ്ഞെടുത്തു? ഈ ഒരു വിമാനത്തെ നമ്മൾ ഏത് രീതിയിലൊക്കെ മോഡിഫൈ ചെയ്താണ് വാങ്ങാൻ പോകുന്നത്? ഇതിന് റഷ്യക്കാർ സമ്മതിക്കുമോ? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ Su-57 ഡീലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊരുപാട് സാങ്കേതിക വിദ്യയും ഇപ്പോൾ മാറിയിട്ടുണ്ട്. നിലവിലെ ജിയോ പൊളിറ്റിക്സിന്റെ സഞ്ചാരം മറ്റൊരു രീതിയിലാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ Su-57 നമുക്ക് എന്തെല്ലാം ആവശ്യമായി വരും അതാണ് അറിയാൻ പോകുന്നത്. ഇതിനു മുൻപ് തന്നെ ചില കാര്യങ്ങൾ Su-57 ഡീൽ സംസാരിച്ചിരുന്നു. എന്നാൽ അവയെല്ലാം ഇന്ന് ഇറലവന്റ് ആണ്. ഭാവിയിൽ ഒരു പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ആ സമയം പറയുന്ന ഇൻഫർമേഷൻസ് ആയിരിക്കും റെലവന്റ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം ആ സമയം ഇറലവന്റ് ആയിരിക്കും. അപ്പോൾ Su-57 കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത് F-35 അല്ലെങ്കിൽ J-20 പോലെ ഒരു സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് തീർച്ചയായും അല്ല. ഈ വിമാനത്തിന്റെ എൻജിൻ, ഈ വിമാനത്തിന്റെ ഒരു പ്രകടനം, പെർഫോമൻസ് ഇതെല്ലാം J-20യുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ മടങ്ങ് അധികമാണ്. കാരണം റഷ്യക്കാരെ സംബന്ധിച്ച് ഈ സുഖോയ് കമ്പനി വർഷങ്ങളായി യുദ്ധവിമാനം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങളെല്ലാം ചില മോഡലുകൾ, ഈ സുഖോയ്സിന്റെ ചില മോഡലുകൾ വെസ്റ്റേൺ കൺട്രീസിന്റെ വെപ്പൺ പ്ലാറ്റ്ഫോമിനേക്കാൾ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം ചെങ്ഡു J-20 എയർക്രാഫ്റ്റ്, ഈ ചെങ്ഡു മാനുഫാക്ചർ കമ്പനി എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് ആ ഒരു രീതിയിൽ പുതുതാണ്. അതേസമയം ഇവർ ടെക്നോളജി ട്രാൻസ്ഫർ വഴി മാത്രമേ ഇതിനു മുൻപ് യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചിട്ടുള്ളൂ. അതുപോലെ ആ രാജ്യത്തുള്ള മറ്റ് വിമാനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയും ഫുള്ളും കോപ്പി ചെയ്താണ് നിർമ്മിക്കുന്നത്. അപ്പോൾ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്ങിൽ ചെങ്ഡു കമ്പനി പുതുതാണ്. എന്നാൽ റഷ്യക്കാരുടെ സുഖോയ് കമ്പനി വർഷങ്ങളായി അവർക്കൊരു പരിചയമുണ്ട്. മുൻപുള്ള സോവിയറ്റ് യൂണിയൻ ആയാലും ഇപ്പോഴുള്ള റഷ്യ ആയാലും ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എയർക്രാഫ്റ്റിന്റെ മെനുവറബിലിറ്റി, എയറോഡൈനാമിക്കൽ ഡിസൈൻ, എഞ്ചിന്റെ ആ ഒരു കഴിവ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ Su-57 ഒരു നല്ല യുദ്ധവിമാനമാണ്. അതും ചെങ്ഡു J-20യുമായി കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ റഷ്യക്കാർ എവിടെ ലാഗ് ആകുന്നു എന്ന് നോക്കിയാൽ ഈ എയർക്രാഫ്റ്റിന്റെ സ്റ്റെൽത്ത് ഫീച്ചറിലാണ് ലാഗ് ആകുന്നത്. അതിന് കാരണം ചൈനയുടെ പക്കൽ അവർ മോഷ്ടിച്ച F-35 വിമാനത്തിന്റെ സ്റ്റെൽത്ത് കോട്ടിംഗ് എങ്ങനെയെല്ലാമാണ്, ഡിസൈൻ എങ്ങനെയെല്ലാം ചെയ്യണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഉണ്ട്. ഇക്കാരണത്താലാണ് ചൈനീസ് J-20 കൊണ്ട് F-35 പോലെ തന്നെ സ്റ്റെൽത്തി ആയിരിക്കാൻ കഴിയുമെന്നും ഒരുപാട് പേർ പറയുന്നത്. ഇപ്പോൾ ഈ വിമാനത്തിന്റെ സ്റ്റെൽത്ത് എന്നതിനപ്പുറം ആ വിമാനത്തിന്റെ റഡാർ എങ്ങനെയാണ്, അതിന്റെ ഫയർ കൺട്രോൾ സിസ്റ്റംസ് എങ്ങനെയാണ്, ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ്, കൂടാതെ ആ വിമാനത്തിന്റെ എഞ്ചിനെ കൊണ്ട് സൂപ്പർ ക്രൂയിസ് ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതിന് റഷ്യക്കാർ ഓരോന്നായി മറുപടി നൽകിയിട്ടുണ്ട്. ആദ്യം റഷ്യക്കാർ അഡ്രസ് ചെയ്ത ഒരു പ്രശ്നം ആ വിമാനത്തിന്റെ എഞ്ചിനായിരുന്നു. AL-41F എന്ന എഞ്ചിനായിരുന്നു ഇതിന് മുൻപ് ആ വിമാനത്തിൽ ഉപയോഗിച്ചിരുന്നത്. ഈ എഞ്ചിൻ ഒരു 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ എഞ്ചിൻ അല്ല. ഇതൊരു നല്ല എഞ്ചിനായി കണക്കാക്കപ്പെട്ടാലും ഇത് 4.5 ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ എഞ്ചിനാണ്. 5th ജെന്നിന് പ്രോപ്പറായി റഷ്യൻസ് ഏതൊരു എഞ്ചിനും നിർമ്മിച്ചിട്ടില്ല. ഈ ഒരു സംസാരം ഏറെക്കാലമായി ഉണ്ട്. എന്നാൽ പിന്നീട് AL-51 ഈ ഒരു സീരീസ് ഓഫ് എഞ്ചിൻസ് വരുന്നു. ഈ എഞ്ചിനിൽ കൂടുതൽ ത്രസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ തവണയുമായി കമ്പയർ ചെയ്യുമ്പോൾ 147 കിലോ ന്യൂട്ടൺ എന്ന ത്രസ്റ്റ് ഇപ്പോൾ 167 വന്നിട്ടുണ്ട്. കൂടാതെ ഈ ഒരു എഞ്ചിനെ കൊണ്ട് സൂപ്പർ ക്രൂയിസ് ചെയ്യാൻ സാധിക്കും. ഫുള്ളി ലോഡഡ് ആയി ഈ സുഖോയ് Su-57 എയർക്രാഫ്റ്റിനെ കൊണ്ട് സൂപ്പർ ക്രൂയിസ് ചെയ്യാൻ സാധിക്കും. അതേസമയം 2D ത്രസ്റ്റ് വെക്ടറിംഗ് ഈ Su-57 ഘടിപ്പിക്കാനുള്ള തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്, ജോലികളും ചെയ്യുന്നുണ്ട്. ഇതിന് മുൻപ് 3D ത്രസ്റ്റ് വെക്ടറിംഗ് ഉണ്ടായിരുന്നു. മെനുവറബിലിറ്റിയെ സംബന്ധിച്ച് 2Dയെ കമ്പയർ ചെയ്യുമ്പോൾ 3D ആയിരുന്നു ബെറ്റർ. എന്നാൽ സ്റ്റെൽത്ത് എന്നൊരു കാര്യം വരുമ്പോൾ 3Dയെക്കാളും 2D ആണ് ബെറ്റർ. ഈ 2Dയെ കൊണ്ട് പുറത്തേക്ക് വരുന്ന ഇൻഫ്രാറെഡ് വേവ്സ് വളരെ കുറവായിരിക്കും 3Dയുമായി കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് F-22 റാപ്റ്ററിൽ നിങ്ങൾക്ക് 2D ത്രസ്റ്റ് വെക്ടറിംഗ് ടെക്നോളജി ഉള്ളത്. അതുപോലെയാണ് റഷ്യൻസും ഇപ്പോൾ Su-57 2D ത്രസ്റ്റ് വെക്ടറിംഗ് ടെക്നോളജി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നുള്ളത് നമുക്കറിയില്ല. അറിയാവുന്നിടത്തോളം AL-57 എന്ന ഈ പ്രത്യേക എഞ്ചിനാണ് Su-57 ഘടിപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല Su-57 ഇന്റേണൽ വെപ്പൺസ് ബേ ഉണ്ടായിരിക്കും, എക്സ്റ്റേണൽ ആയും വെപ്പൺസ് എടുക്കാൻ സാധിക്കും.
എയർക്രാഫ്റ്റ് വലുതായതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസും വളരെ അധികം ലഭിക്കും. ഇതേ കാര്യം അമേരിക്കയുടെ ഉൽപ്പാദനങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ F-35 ഒരൽപ്പം ചെറിയ എയർക്രാഫ്റ്റ് ആണ്. F-22 ഒരു ചെറിയ എയർക്രാഫ്റ്റ് ആണ്. F-22 വെറും എയർ ടു എയർ മിസൈൽസ് മാത്രമേ എടുത്തുകൊണ്ടുപോകാൻ കഴിയൂ. F-35 നമുക്ക് ബോംബ്സ് അല്ലെങ്കിൽ ആന്റി റേഡിയേഷൻ മിസൈൽസ് എല്ലാം എടുത്തുകൊണ്ടുപോകാൻ കഴിയും. പക്ഷേ Su-57 4 ഇന്റേണൽ സെഗ്മെന്റഡ് വെപ്പൺസ് ബേ ഉണ്ട്. അവയിലെല്ലാം നമ്മൾ വലിയ സൈസ് മിസൈൽസ് പോലും എടുത്തുകൊണ്ടുപോകാൻ സാധിക്കും. കാരണം എയർ ഫ്രെയിം അത്രത്തോളം വലുതാണ്. ഇപ്പോൾ ഇതെല്ലാമാണ് ഈ എയർക്രാഫ്റ്റിന്റെ നേട്ടങ്ങൾ. Su-57 എന്ന എക്സ്പോർട്ട് വേരിയന്റിനെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ ഇന്ന് വരെയും റഷ്യക്കാർ പറയുന്നത് Su-57E ഞങ്ങൾ AL-41 ആണ് ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന്. AL-41 എന്നത് ഒരു 4.5 ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ എഞ്ചിനാണ്. അത് എത്ര തന്നെ നല്ലതാണെങ്കിലും അത് 5th ജനിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യം നമുക്കൊരു നെഗറ്റീവാണ്. Su-57E വാങ്ങണം എന്ന് വരുമ്പോൾ അപ്പോൾ നമ്മുടെ ആവശ്യം എന്നത് AL-51 എന്ന എഞ്ചിൻ, അതായത് നിലവിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന റഷ്യൻ എയർഫോഴ്സിലെ ആ വേരിയന്റാണ് നമുക്ക് വേണ്ടത്. കൂടാതെ Su-57 ഘടിപ്പിച്ചിരിക്കുന്ന AESA റഡാറും ഫയർ കൺട്രോൾ സിസ്റ്റവും പൂർണ്ണമായും ഇൻഡിജിനസ് സിസ്റ്റം ആയിരിക്കണം. റഷ്യൻ AESA റഡാർ ഫയർ കൺട്രോൾ സിസ്റ്റം ഏവിയോണിക്സോ നമുക്ക് ആവശ്യമില്ല. ഇന്റേണലായി ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഡിവൈസസ് മാത്രമേ നമുക്ക് ഘടിപ്പിക്കാവൂ. ഉദാഹരണത്തിന് ഇന്ത്യയിലുള്ള ഗാലിയം നൈട്രേറ്റ് ബേസ്ഡ് AESA റഡാർ ഇതാണ് നമ്മൾ ഈ വിമാനത്തിൽ ഘടിപ്പിക്കുന്നത്. ഈ ഒരു വിമാനം നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയറിന് അനുയോജ്യമായിരിക്കണം. ഈ വിമാനം കാറ്റ്സ് വാരിയർ എന്ന് വിളിക്കപ്പെടുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ നിർമ്മിച്ചിട്ടുള്ള ഡ്രോൺസും ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒന്നായി പ്രവർത്തിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സും റഷ്യൻസ് നൽകിയിട്ടുണ്ട്. അടുത്ത ഈ വിമാനത്തിലുള്ള ഇലക്ട്രോണിക് വാർഫെയർ ജാമേഴ്സ്, ഈ ജാമേഴ്സ് ഇന്ത്യൻ സിസ്റ്റം ആയിരിക്കണം. കൂടാതെ ഈ വിമാനത്തിലുള്ള മിസൈൽസ് എന്ന് പറയുമ്പോൾ 5th ജെൻ ഫൈറ്റർ ജെറ്റ്സ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന് അറിയണ്ടേ. എയർ സുപ്പീരിയോറിറ്റിക്ക് വേണ്ടിയും സപ്പറേഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 രീതിയിലുള്ള മിസൈൽസ് മാത്രമേ വരികയുള്ളൂ. എത്ര തന്നെ ഈ യുദ്ധവിമാനങ്ങൾ മൾട്ടി റോളിന് നോക്കിയാൽ ഒരുപാട് മിസൈൽസ് ബോംബ്സ് ഉണ്ടെങ്കിൽ പോലും ഒരു 5th ജെൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിലേക്ക് വരുമ്പോൾ 2 ടൈപ്പ് മിസൈൽ ഉണ്ടാകും. ഒന്ന് എയർ ടു എയറും മറ്റൊന്ന് എയർ ടു ഗ്രൗണ്ടും. എയർ ടു എയറിൽ നമ്മുടെ അസ്ത്ര ഫാമിലിയിലുള്ള എല്ലാ മിസൈൽസും നമുക്ക് അതിൽ ഇൻഡക്ട് ചെയ്യാൻ സാധിക്കും. Su-57 ഇൻഡക്ട് ചെയ്തേ മതിയാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള സോഴ്സ് കോഡ്, അതിന്റെ സപ്പോർട്ട് റഷ്യൻസ് നമുക്ക് നൽകുന്നുണ്ട്. കൂടാതെ കണ്ടിവ എന്ന വളരെ ലോങ് റേഞ്ച് ഉള്ള ഏവാക്സ് കില്ലർ മിസൈൽസും ഇതിൽ ഇൻഡക്ട് ചെയ്യണം. അടുത്ത് രുദ്രം സീരീസ്. ഈ രുദ്രം സീരീസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ശത്രുക്കളുടെ റഡാർ, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്ഥലങ്ങൾ ഇവയെ തകർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ മിസൈൽസും ഈ വിമാനത്തിൽ ഇൻഡക്ട് ചെയ്യണം. വിമാനത്തിന്റെ എയർ ഫ്രെയിം എഞ്ചിൻ ഇത് മാത്രമാണ് റഷ്യയുടെ പക്കൽ നിന്നും വരുന്നത്. മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത സിസ്റ്റംസ് മാത്രമായിരിക്കും. ഇതിൽ മറ്റൊരു പോയിന്റ് നമ്മൾ പ്രധാനമായും അറിയേണ്ടത് AL-51 ഇത്തരം ഒരു എഞ്ചിൻ ഇന്ത്യയിൽ വെച്ചാണ് അസംബിൾ ചെയ്യുന്നത്. ഇതൊരു സ്ട്രാറ്റജിക്കായ ചോയ്സ് ആണ്. കാരണം ഇന്ന് റഷ്യ ഫേസ് ചെയ്യുന്ന യുദ്ധം കാരണം റഷ്യക്കാരെ കൊണ്ട് ഈ എയർക്രാഫ്റ്റിന് ആവശ്യമായ പാർട്സ് നമുക്ക് കൃത്യസമയത്ത് നൽകാൻ കഴിയുമോ എന്നുള്ളത് പോലും വലിയൊരു സംശയമാണ്. ഇതിനകം നമ്മൾ വാങ്ങിയ സുഖോയ്സിൻ്റേത് പോലും ശരിയായ സമയത്ത് അവരെ കൊണ്ട് പാർട്സ് നൽകാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം Su-57 പോകണമെന്നുണ്ടെങ്കിൽ ഈ Su-57 എയർക്രാഫ്റ്റ് എഞ്ചിൻ ഇവ രണ്ടും ഇന്ത്യയിൽ വെച്ച് മാനുഫാക്ചർ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നാളെ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നു റഷ്യൻസിന് തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് സ്പെയർ പാർട്സിൽ യാതൊരു പ്രശ്നവും വരില്ല. അപ്പോൾ ഈ ലോക്കലൈസ്ഡ് മാനുഫാക്ചറിങ് ഓഫ് Su-57 വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഇക്കാര്യമെല്ലാം റഷ്യൻസ് സമ്മതിക്കുമോ എന്ന് ചോദിച്ചാൽ ഇതിനകം ലോക്കൽ പ്രൊഡക്ഷന് വേണ്ടി അവർ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാമെന്ന് പോലും അവർ പറഞ്ഞിട്ടുണ്ട്. ഈ എഞ്ചിനെ സംബന്ധിച്ച് അവർ ഇതുവരെ ഏതൊരു കമന്റും പാസ് ചെയ്തിട്ടില്ല. AL-51 ഘടിപ്പിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. എന്നാൽ ഇതിന് മുൻപ് Su-30MKI എന്ന ഒരു വേരിയന്റിൽ ധാരാളം അപ്ഗ്രേഡ്സ് റഷ്യക്കാർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേത് രാജ്യത്തിനും Su-30MKസിലുള്ള അപ്ഗ്രേഡേഷൻസ് ഒന്നും അവർ ചെയ്ത് നൽകിയിട്ടില്ല. അപ്പോൾ തീർച്ചയായും നമുക്ക് ഈ പറഞ്ഞ അപ്ഗ്രേഡുകൾ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അടുത്ത് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ വെപ്പൺസ് പ്ലാറ്റ്ഫോം ഇൻ റഷ്യൻ ഫൈറ്റർ ജെറ്റ്സ്. ഈ ഒരു പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകം റഷ്യൻസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ ഫൈറ്റർ ജെറ്റ്സ് വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ വെപ്പൺ സിസ്റ്റം എല്ലാം നിങ്ങൾക്ക് അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, ഞങ്ങളുടെ വെപ്പൺസും നൽകും, നിങ്ങൾക്കും നിങ്ങളുടെ വെപ്പൺസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നവരൊരു ഫുൾ ഫ്രീഡം നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പോയിന്റിലും ഇപ്പോൾ റഷ്യൻസ് ഓക്കെ എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇന്ത്യ ഇതിനെ കൺസിഡർ ചെയ്ത് ഈ വിമാനത്തെ ആഭ്യന്തരമായി നിർമ്മിച്ചാൽ AMCAക്ക് ഏതൊരു പ്രശ്നവും വരാൻ പാടില്ല. AMCA ഡെവലപ്മെന്റൽ ഫേസ് കൂടാതെ അതിന്റെ ഫണ്ടിങ് എന്നത് ഒരല്പം പോലും കുറയ്ക്കരുത്.
അതിന് നേരെ തന്നെ കൊണ്ടുപോവുകയും വേണം. മറ്റുള്ള ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്യുന്നതിന് ഈ വിമാനം നമ്മൾ ഇൻഡക്ട് ചെയ്യണം. ഇതൊരു ട്രൂ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് അല്ല എന്ന് ഇന്ത്യൻ വ്യോമസേനയിലെ ഒരുപാട് പേർ പറഞ്ഞാലും അതാണ് സത്യം. എന്നിരുന്നാൽ കൂടിയും ഇന്നത്തെ സാഹചര്യത്തിൽ 31 സ്ക്വാഡ്രൺ ഉപയോഗിച്ച് നമ്മെ കൊണ്ട് ആക്റ്റീവായി 2 രാജ്യങ്ങളുമായും യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റഫേലിനേക്കാൾ Su-57 എന്നത് ഒരല്പം ബെറ്ററായി തന്നെ പെർഫോം ചെയ്യും. റഫേലുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ RCSും കുറവാണ്. അപ്പോൾ നമ്മൾ 120 റഫേൽ വാങ്ങി 10 വർഷത്തിന് ശേഷം ഡെലിവറി വരും എന്ന് കരുതി കാത്തിരിക്കുന്നതിലും ഭേദം Su-57 നമ്മൾ വാങ്ങണം. കൂടാതെ Su-57 നമ്മൾ ആഭ്യന്തരമായി മാനുഫാക്ചർ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പ്രൈവറ്റ് എയറോനോട്ടിക്കൽ ബേസ്ഡ് കമ്പനീസിനെല്ലാം ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി തന്നെ മാറും. ഇപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു എന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഓയിസോ വയ്ക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.